അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്കാം. ഈശോയിൽ അനുഗ്രഹീതരായ മക്കൾ, തോബിത്ത് 7:17 സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും. വളരെ നിരാശജനകമായ അനുഭവങ്ങൾ നമ്മളെ വന്ന് വലപ്പിക്കും. ഒരു കൂട്ടം ആളുകൾ എന്നോട് പങ്കുവെച്ചു, അച്ഛാ, എന്തുമാത്രം പ്രതീക്ഷയോടും എന്തുമാത്രം ആശ്രയബോധത്തോടും കൂടെ നമ്മൾ ചിലരെയൊക്കെ സമീപിച്ചിട്ട് നീതിയും നമുക്ക് ലഭിക്കേണ്ട കരുണയും ചില ധർമ്മവഴികളുടെ പൂർണ്ണമായ ഫലവും ഇല്ലാതെ പോകുന്നത് എന്താണ്? എന്തുമാത്രം ദുഃഖത്തിലേക്കാണ് നമ്മളൊക്കെ ചിലപ്പോ വലിച്ചിഴക്കപ്പെടുന്നത്. ഇവിടെ കർത്താവിന്റെ ആ വലിയ കരത്തിന്റെ ബലം കൊണ്ട് ഇന്നു ഞാൻ കടന്നു പോകുന്ന ആ ദുഃഖത്തിന്റെ കടൽ ഞാൻ നീന്തിയേ പറ്റും. കാരണം കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ അവിടുന്ന് എന്റെ ദുഃഖമകറ്റി എനിക്ക് സന്തോഷം പ്രദാനം ചെയ്യും. ഒരു കയ്പിന്റെ അനുഭവത്തിൽ നിന്നല്ലേ ആനന്ദത്തിന്റെ അനുഭൂതി കൂടുതൽ രുചികരമാവുക? എപ്പോഴെങ്കിലും ഒരു ദുഃഖത്തിൽ നിന്ന് നമ്മൾ വിമുക്തരായി സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് വരുമ്പോഴല്ലേ കുറേയും കൂടി മനസ്സിന്, ഹൃദയത്തിന് ആ ആശ്വാസവും സന്തോഷവും ആനന്ദവും കുറേയും കൂടി ആഴത്തിൽ അനുഭവിക്കാൻ പറ്റുക. അതുകൊണ്ട് ഇപ്പൊ കടന്നു പോകുന്നത് അന്ത്യം വരെയുള്ള ഒരു വിനാശമോ ഒരു ദുഃഖമോ ആയി കരുതരുത്. കർത്താവേ വരണമേ, എന്നെ ദുഃഖത്തിൽ നിന്ന് മോചിക്കണമേ, അങ്ങയുടെ ഹൃദയത്തിലെ ആനന്ദവും സന്തോഷവും എനിക്കും എന്റെ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും നൽകണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.